നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വേദ പുലിക്കുട്ടിയായിട്ട് മാറുവാണ്. അപ്പൊ ഇത്രയും നാളത്തെ പോലെയല്ല, വേദയ്ക്ക് മനസ്സിലായി താൻ ഇനി ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുക ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിനുവേണ്ടി വേദ ഇറങ്ങുവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, കമലിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അധികം വൈകാതെ തന്നെ ഈ കുടുംബം നശിച്ചു പോകും. ഇത്രയും കാലം മാഷ് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സൽപ്പേരും അതുമാത്രമല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടാൻ പോവാണ്. അതൊക്കെ ഓർത്ത് വിഷമിക്കുമ്പോഴത്തേനും നന്ദിനിയും വിനായകനും അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാമ്മ വിഷമിച്ചിരിക്കുന്നേ? ഇനിയിപ്പം ഈ വീട് ഇടിച്ച് നിരപ്പാക്കിയാലും തറവാട് വീടുണ്ടല്ലോ, അവിടെ പോയി താമസിക്കാന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. വിനായകൻ പറഞ്ഞു, നന്ദിനി നീ ഇങ്ങനെ പറയല്ലേ, അമ്മേനെ ഒന്നും കൂടെ വിഷമിപ്പിക്കല്ലേ. അപ്പോഴേക്കുമാണ് വേദയും ശ്രീജയും വിശ്വമൊക്കെ വരുന്നേ. ആ സമയത്ത് വിശ്വം പറഞ്ഞു, നന്ദിനി നീ എന്ത് വർത്താനേ പറയണേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ? ഞാനുള്ള സത്യമല്ലേ വിശ്വേട്ടാ പറഞ്ഞേ. ഇനി ഈ കുടുംബം നോക്കിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛമ്മ തന്നെ വന്ന് പറഞ്ഞ എന്താ, ഇത് ഇടിച്ചു നിരത്തുവാണ്, നിരത്തട്ടെ, നിങ്ങൾ അവിടെ ഒന്ന് താമസിച്ചോളാനാ. ഇത്ര പൈസ എന്തായാലും അടയ്ക്കാൻ പറ്റില്ല. അത് കേട്ടതും കമല പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കുന്നോടാ നന്ദിനി. ഓ, ഞാൻ പറയുന്ന ഇപ്പൊ കുറ്റമല്ലേ? അമ്മയുടെ മോൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സങ്കടമായി. വേദ പറഞ്ഞു, നന്ദിനി എടുത്ത് ഇത് എന്തറിഞ്ഞിട്ടാ? ഒന്നും അറിയത്തില്ലാഞ്ഞിട്ടാണോ ഞാൻ ഈ പറയണേ? ഇത്രയും കാലം ഈ ബാങ്കാർ ജപ്തി ചെയ്യാനൊന്നും വന്നില്ലോ. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നു, ജപ്തി നോട്ടീസ് പതിപ്പിക്കുന്നു. നോട്ടീസ് പോലും അച്ഛന് കിട്ടിയില്ല. എല്ലാം വിക്രം കാരണമാ. വിക്രം നീയും കാരണം ഈ പ്രശ്നങ്ങള്. ആ വാസവനെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് മാത്രമല്ല, എന്തൊക്കെയായിരുന്നു വിക്രം പറഞ്ഞേ? ഞാൻ പൈസ അടച്ചോളാം, എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടിപ്പോൾ പൈസ അടച്ചോ? ഇല്ലല്ലോ. ഒടുവിൽ പൈസയും അടച്ചില്ല, ജപ്തിയുടെ കാര്യങ്ങളുമായി. ഇതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര വിഷമം. കമലയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ തളർന്നു വീണ് കിടക്കുമ്പോൾ കുറ്റപ്പെടുത്താനായിട്ട് നാലേ വഴിക്കുന്ന ആൾക്കാർ വരുമല്ലോ. ശ്രീജ പറഞ്ഞു, നന്ദിനി നീ കണ്ണിച്ചോര ഇല്ലാത്ത വർത്താനം പറയരുത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എല്ലാവർക്കും ഉത്തരവാദിത്വമല്ലേ? ഇപ്പം അച്ഛന് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ വിക്രത്തിന് മാത്രം ഉത്തരവാദിത്വം അല്ലല്ലോ ഇത്, എല്ലാവരുടെയും ഉത്തരവാദിത്വമല്ലേ? ഓ, എന്നിട്ടെന്താ ശ്രീജ അടുത്തിടെ ഭർത്താവ് കൊടുത്തോ പൈസ? വിശ്വേട്ടൻ കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ വലിയ വീരവാദം മുടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഷെയർ വിനായേട്ടൻ തരാന്ന് പറഞ്ഞ, അതൊന്നും വേണ്ട, മൊത്തം പൈസ ഞാൻ തന്നെ അടച്ചോളാന്ന് പറഞ്ഞ ആരാ? വിക്രമല്ലേ? എന്നിട്ട് എവിടെ അടച്ചു? ഇങ്ങനെ ചുമ്മാ പറയാൻ വായും കൊണ്ടൊക്കെ പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കും. കാര്യത്തോടടുത്ത് എറിയുമ്പോൾ അറിയാം. അങ്ങനെ കമലയെ കുറ്റപ്പെടുത്തുക. ആ സമയത്ത് വിക്രം മുറിയിലുണ്ടായിരുന്നു. വിക്രത്തിന് വല്ലാത്ത വിഷമായി. വിക്രം കുറെ കാര്യങ്ങളൊക്കെ കേട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് പോയി. പിന്നീട് കമല ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് നേരെ വിക്രത്തിൻ്റെ അരിയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് വിക്രം അവിടെ നിന്ന് കണ്ണു തുടയ്ക്കുന്ന കണ്ടു. വിക്രത്തിന് സങ്കടമായെന്ന് മനസ്സിലായി. ഇവരെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പിന്നീട് ചായ ആയിട്ട് എന്നിട്ട് പറഞ്ഞു, മോനെ ഇത് കുടിക്കാൻ പറയാണ്. വിക്രം പറഞ്ഞു, വേണ്ടമ്മേ. എന്താടാ, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. വിക്രം പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലോ എന്ന് ഓർത്തിട്ട്, ഞാൻ കാണാമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട്. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണൂല്ലേ? എനിക്കറിയാം അമ്മയ്ക്കും അച്ഛനും എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. അതൊന്നും ഓർത്തിട്ട് നീ സങ്കടപ്പെടണ്ട. അതൊക്കെ ഇങ്ങനെ വരാനുള്ളത് വഴി തങ്ങളെന്ന് പറഞ്ഞാലേ അതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതാ. ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണെങ്കിൽ അനുഭവിച്ച് തന്നെ മതിയാവുള്ളൂ. എനിക്ക് മാഷിൻ്റെ കാര്യം ഓർത്തിട്ടാ. പാവം നന്നായിട്ട് തകർന്നാ നടക്കുന്നത്. വിക്രത്തിനും അതിനെക്കുറിച്ച് അറിയായിരുന്നു. പിന്നീട് വിക്രം ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ശ്രീനിവാസനെ കാണാനായിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ശ്രീനിവാസനെ കാണാൻ ചെല്ലുക. ഈ സമയത്ത് ശ്രീനിവാസന്റെ ഭാര്യ ഈ ജപ്തിയെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിവാസന്റെ ഭാര്യയ്ക്ക് അറിയാം മിക്കവാറും വിക്രം ഇങ്ങോട്ടേക്ക് വന്ന് സഹായം ചോദിക്കുമെന്ന്. പിന്നീട് ശ്രീനിവാസനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും ചോദിച്ച് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എടി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ശ്രീനിയുടെ ചെറിയ സഹായം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞൊരു ശ്രീനിവാസനെ കുറ്റപ്പെടുത്തുവാണ്. ശ്രീനിവാസൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വിക്രം സംസാരിക്കുന്ന സമയത്ത് പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു, എടാ ഒത്തിരി പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, കുറച്ച് പൈസയൊക്കെ ഉള്ളൂ. നിനക്കറിയാലോ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളാണ്, പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോൾ ആൾക്കാരാണെങ്കിൽ പൈസയൊന്നും തരുന്നുമില്ല, ഇത്ര പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ലെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ വിക്രം, ശരി അങ്ങനെയാണ്, കുഴപ്പമില്ല എന്ന് പറയാം. അതല്ലേ ശ്രീനിവാസന് പറയാൻ പറ്റുള്ളൂ വിക്രത്തോട്. ഒരു പക്ഷേ തൻ്റെ ഭാര്യ സുധ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പിന്നെ
വലിയ പ്രശ്നം. വിക്രം പിന്നെ ഇങ്ങോട്ട് കാല് കുത്തുക പോലും ഇല്ല. അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് വിക്രം അവിടെ നിന്ന് ഇറങ്ങണേ. ഈ സമയത്ത് വേദയ്ക്ക് ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വേദ ദർശനെ വിളിക്കുകയാണ്. ദർശനെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ആ സമയത്ത് ദർശൻ പറഞ്ഞു, വേദ നീ എന്തിനാ ഭയക്കണേ? നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഇഷ്ടം പോലെ പൈസയല്ലേ ഉള്ളത്, പിന്നെന്താ കുഴപ്പം? ആ ഒരു രീതി വെച്ചാണ് ദർശൻ പറഞ്ഞത്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ചെയ്താൽ പോലും അത് ഒരു നാണക്കേടല്ലേ. അതൊന്നും കുഴപ്പമില്ല വേദ. ഈ സമയത്ത് കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ അതല്ലാതെ വേറെ മാർഗം കാണുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ്, വേദ തൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഇതേ വേദേ, കാര്യം എന്താണെങ്കിലും എനിക്കിപ്പം നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് സങ്കടമായി. ഈ സമയം വേദ പറഞ്ഞു, അച്ഛാ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, ഫോൺ വെച്ചോ, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കുകയല്ല. ആ വാസുവിനെതിരെ ഒരു പരാതി കൊടുക്കാൻ വരാൻ പറഞ്ഞിട്ട് നിനക്ക് പുല്ല് വിലയായിരുന്നല്ലോ. ഇപ്പം നിനക്ക് അച്ഛൻ്റെ സഹായം ആവശ്യമുണ്ടല്ലേ? പിന്നെ വേദയൊന്നും മിണ്ടിയില്ല. വേദ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുക. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദർശനും ഭയങ്കര സങ്കടമായി. ദർശൻ ശങ്കരനാരായണനെ കാണാൻ ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അങ്കിൾ എന്താണ് ചെയ്ത് ശരിയായില്ല. കാരണം വേദ അവളുടെ അവസ്ഥ കൊണ്ടല്ലേ പൈസ വെച്ച്, അത് കൊടുക്കേണ്ടായിരുന്നു. ശങ്കരനാരായണൻ പറഞ്ഞു, ഞാൻ എന്തിനു കൊടുക്കണം? അവരുടെ കുടുംബത്തിൽ അത്ര ആൺകുട്ടികളെ 2-3 പേരുള്ളതല്ലേ, ഇപ്പം ഞാൻ കൊടുക്കണോ? എൻ്റെ പെൺകുട്ടിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് ഓർത്തോണ്ട് അവിടുത്തെ ബാധ മൊത്തം ഞാൻ അടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇത് മാത്രമല്ല, ഒന്നേ മാറി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വേദ അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. വേദയെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, വേദയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ദർശൻ പറഞ്ഞു, അത് നടക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? അതല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല. അത് മാത്രമല്ല, പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ അവളോട് പറഞ്ഞു. അവൾ അതിനും തയ്യാറാവുന്നില്ല. അവൾ ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളിടത്ത് എനിക്ക് സഹായിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും സഹായിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ടപ്പം ദർശൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ശങ്കരനാരായണൻ്റെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ശങ്കരനാരായണൻ അതങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷേ ദർശൻ കരുതിയത് ശങ്കരനാരായണനെ സഹായിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. പിന്നീട് ദർശന് ഭയങ്കര സങ്കടമായി. ദർശൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം മാഷാണെങ്കിൽ അറിയാവുന്നവരോടൊക്കെ പോയി ചോദിച്ചു. പക്ഷെ ആരുടെയും കയ്യിൽ അങ്ങനെ പൈസ ഇല്ല. 1-2 അല്ലല്ലോ, 5-6 ലക്ഷം രൂപ വേണമല്ലോ. അപ്പം എവിടെ നിന്ന് കിട്ടാനായിട്ടാ? അങ്ങനെ മാഷു ആകെപ്പാടെ തളർന്ന് വീട്ടിലേക്ക് വരിക. വന്ന് കഴിയുമ്പോഴത്തേനും കമല അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് കമല പറഞ്ഞു, മാഷ് ഇങ്ങനെ വിഷമിക്കല്ലേ, മാഷിൻ്റെ വിഷമം കണ്ടുകഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാഷ് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. ഇനിയിപ്പം ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. മാഷ് പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു കുടിലേക്കോ എങ്ങോട്ടേക്കെങ്കിലും മാറാം, നമുക്കവിടെ പോയി താമസിക്കാം മാഷേ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ മാഷിൻ്റെ അധ്വാനം വെറുതെ ആവുമല്ലോ എന്നോർത്ത്, ഇത്രയും കാലം അധ്വാനിച്ച് വെറുതെ ആവുമല്ലോ, ഒന്നും ഇല്ലാതായി തീരുമെന്ന് ഓർത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്തിനാ ചിന്തിക്കുന്നത്? അപ്പോഴേക്കും വിശ്വം വിനായനും ഒക്കെ വന്നു. ആ സമയത്ത് വിക്രം അവിടെ ഇല്ലായിരുന്നു. വിക്രം പുറത്ത് പോയേക്കുമായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അല്ലെങ്കിലും ഇനിയിപ്പം ഇത് ഇടിച്ചു പൊളിച്ച് കളയുമോ, ജപ്തി ചെയ്തുകൊണ്ട് പോ, എന്തേലും ചെയ്യട്ടെ. ആൾക്കാരിപ്പോൾ പറഞ്ഞു ചിരിക്കാനായിട്ട് ആൾക്കാർക്ക് ഒരു കാരണം കൂടിയായി. ചിലരെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു, മാതൃക അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ മാഷിന് ജപ്തി. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും മാഷിന് സ്വന്തം വീണ്ടും ജപ്തി മാറ്റാൻ കഴിഞ്ഞില്ലേ? അത് മാത്രമല്ല, കടാമുട്ടന്മാരെ പോലെ 3 ആൺകുട്ടികൾ വീട്ടിലുണ്ടായിട്ടാണോ ഇത്ര രൂപയ്ക്ക് മാഷ് ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കണേ? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊലി ശരിക്കും ഉരിഞ്ഞു പോയി. ഇതിനേക്കാളും ഭേദം വല്ല ആത്മഹത്യ ചെയ്യുന്നതിനും തോന്നിപ്പോയി എന്നൊക്കെ മാഷ് പറയുമ്പോഴത്തേനും വേദ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊന്നും പറയല്ല. മാഷ് പറഞ്ഞ് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒത്തിരി കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത മനുഷ്യൻ ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ തോറ്റുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി. കുട്ടികളെ വിജയിപ്പിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വൻ പരാജയമായിരുന്നു എന്ന് പറഞ്ഞ് മാഷ് ചിരിക്കുകയാണ്. മാഷിൻ്റെ സമനില തെറ്റുപോയ അവസ്ഥയായിപ്പോയി. ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയത് ഒറ്റ നിമിഷം കൊണ്ട് കാൽച്ചോട്ടിൽ നിന്ന് ഒലിച്ചു പോകുമെന്ന് പറയുമ്പം അത് ആർക്കാളുള്ള സങ്കടമാണ്. മാഷിൻ്റെ ജീവനും എല്ലാം അത് ആ തൊടിയും വീടും ഇതൊക്കെ ആയിരുന്നു. മാഷ് റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും തന്നെ പറമ്പിലായിരുന്നു. മാഷിന് പറമ്പിൽ പോയാലേ ഒരു ശ്വാസം ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒന്ന് പറമ്പിലൊന്ന് ഇറങ്ങി ഒന്ന് കൊത്തിക്കിളച്ചില്ലെങ്കിൽ മാഷിനൊരു സമാധാനം വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജപ്തിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ 1-2 ദിവസമാണ് വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. രാത്രി കിടന്നാൽ പോലും മാഷിനോ അല്ലെങ്കിൽ കമലയ്ക്കോ ഉറക്കമില്ല. അതുപോലെ തന്നെയായിരുന്നു വേദയുടെ അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങനെ ഒരു പകല് വന്നു. ആ സമയത്ത് വിക്രം വീട്ടിലുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു JCB അങ്ങോട്ടേക്ക് വരുന്നത്.
കൂടെ കുറെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ JCB അങ്ങോട്ടേക്ക് വന്നു. JCB വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, മനസ്സിലായി ഇടിച്ച് നിരത്താൻ വരുന്നതെന്ന്. ആ സമയം ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇത്തിരി സമയം കൂടെ ബാക്കിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് മാറിക്കൊടുക്കണം. ഈ വീട് ഇടിച്ച് നിരപ്പാക്കാൻ പോവാ. മാഷ് തകർന്നു പോയി. വീട്ടിലുള്ള എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ JCB ആ തുമ്പിക്കൈയായിട്ട് അങ്ങനെ ഇടിച്ച് നിരപ്പാകാൻ തയ്യാറായിട്ടും കൂടെ വരുക. ഈ സമയം വേദയ്ക്ക് തോന്നി, ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരു പക്ഷെ ഇവിടെ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ വാസവനാ കളിച്ചിരിക്കുന്നെങ്കിൽ വാസവനെ പൂട്ടണം. അവനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും പൈസയ്ക്ക് ഈ വീട് ജപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നോട്ടീസ് പോലും തന്നിട്ടില്ല. പിന്നീട് വേദ എന്ത് ചെയ്യാണ്, നന്ദിനിയോടും ശ്രീജയോടും ചോദിച്ചു, എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു, നിന്നോടൊപ്പം നിൽക്കാനോ? ഇടി വീടിടിച്ച് നിരത്താൻ വരുമ്പോൾ എന്ത് ചെയ്യാനാ? അതൊക്കെ ഉണ്ട്, എന്നോടൊപ്പം നിൽക്കാമെന്ന് ചോദിച്ചു. ശ്രീജ പറഞ്ഞു, ഞാൻ എന്തിനും ഉണ്ട്. പിന്നീട് വേദ അവർ രണ്ടുപേരുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എൻ്റെ കൂടെ വരാൻ പറയാണ്. അങ്ങനെ 3 പേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. JCയുടെ മുന്നിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. പിന്നീട് വേദ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇടിച്ച് നിരപ്പാക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ നെഞ്ചത്തോടെ കയറ്റ ഈ JCB, അതിനുശേഷം ഇവിടെ ഇടിച്ച് നിരപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കുറച്ച് പോലീസുകാരൊക്കെ ചാടി ഇറങ്ങി. അതെ, ഇത് ഗവൺമെൻറ് ഉത്തരവാണ്, ഇത് നടപ്പാക്കാതെ പറ്റില്ല. ബാങ്കുകാർ അടയ്ക്കാനുള്ള പൈസ അടച്ചില്ലെങ്കിൽ ഈ വീട് ഇടിച്ച് നിരപ്പാക്കാനായിട്ടാണ്. എന്ത് തന്നെയാണല്ലോ ശരി, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഈ ബാങ്ക് ജപ്തി ചെയ്യാനായിട്ടുള്ള ഒരു നോട്ടീസ് പോലും എൻ്റെ അച്ഛന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ആ വാസവൻ്റെ കളികളാണ്. അയാൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. വേദയ്ക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. വേദ എല്ലാം വിളിച്ചു പറയാ, രണ്ടും കളിപ്പിച്ച്. JCയുടെ മുന്നിലങ്ങ് നിന്നു. എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പെൺകുട്ടികൾ ഇപ്പം ഈ നിമിഷം ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണി മുടക്കി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ പകച്ചുപോയി. ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല അവർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. വേദയുടെ ധൈര്യപൂർവമായ പെരുമാറ്റം. അങ്ങനെ ഒടുവിൽ വാസവൻ്റെ ഗുണ്ടാവിളിയാട്ടം നടന്നില്ല, ജപ്തി ഒഴിവാകുകയാണ്. അങ്ങനെ എല്ലാവരും കയറി ഇടപെട്ടു, കളക്ടർ ഇടപെട്ടു. അങ്ങനെ മാഷിന് നോട്ടീസ് കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേന് നോട്ടീസ് കിട്ടിയില്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. വാസവൻ്റെ തൊപ്പി തെറിക്കുന്ന പോലെ ഉള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. വാസവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല തനിക്കെതിരെ വേദ ഇങ്ങനെ തിരിയൂന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത്ര ധൈര്യപൂർവ്വം ഇന്ന് വരെ ആരും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ വേദയ്ക്ക്. അങ്ങനെ വേദ പുലിക്കുട്ടിയായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്, കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.